964 268 പേർക്കാണ് നിയമനം നടന്നിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിന് ആകെ ലഭിച്ചത് 232 ഫ്രഷ് വേക്കൻസിയും 60 NJD വേക്കൻസികളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലിസ്റ്റിന്റെ ഒരു 27% മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. മാക്സിമം ആളുകൾക്കും കൂടി നിയമനം നൽകുക എന്നതാണ് നമ്മുടെ ആവശ്യം. കുറെ പേരുണ്ട് ഇവിടെ, കുറെ പേരുടെ ഏജോറായവരുണ്ട്. അവർക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിൽ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. ജോലി കിട്ടുള്ളൂ ഞങ്ങളുടെ സ്വപ്നങ്ങൾ. എന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഇനി എനിക്ക് പോലീസ് എന്ന് പറയുന്ന സ്വപ്നമില്ല, ഇതോടി കഴിഞ്ഞു. എല്ലാ ലിസ്റ്റും വെച്ച് നോക്കുമ്പോ തുടർച്ചയായിട്ട് ഉള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോ വളരെ ചെറിയൊരു നിയമനം മാത്രമേ ഞങ്ങളുടെ ലിസ്റ്റിൽ നടന്നിട്ടുള്ളൂ. പഠിക്കുമ്പോഴും ഫിസിക്കൽ ഗ്രൗണ്ടിൽ പോയപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ സമരത്തിന്റെ വേഷം കെട്ടി നമ്മൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന്. ഇതൊക്കെ അത്രയും കഷ്ടപ്പാടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അമ്മമാരാണ്, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അമ്മമാരാണ്. പിന്നെ ഉള്ള അവിവാഹിതരായിട്ടുള്ളവര്, പിന്നെ ഗർഭിണികളുണ്ട്. ഇതില് നമ്മുടെ ആവശ്യം ജോലിയാണ്, അതിനുവേണ്ടിയാണ് ഇവിടെ വന്ന് നിൽക്കിയിരിക്കുന്നത്. നമസ്കാരം. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ് എന്ന് പറയുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പക്ഷേ ആശമാരുടെ സമരം മുതൽ ഇന്നിപ്പോ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു സമരം കൂടെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരുപറ്റം പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എത്തിയിരിക്കുന്നത് CPO ഉദ്യോഗാർത്ഥികളാണ്. ലിസ്റ്റിൽ വന്നിട്ടും പരിഗണിക്കപ്പെടാതെ നിൽക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് എന്നൊരു ചോദ്യവുമായിട്ട് ഇവരിവിടെ എത്തിയിരിക്കുകയാണ്. കാരണം CPO ലിസ്റ്റിന്റെ നിയമന കാലാവധി കഴിയാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 19-ാം തീയതി ഈ നിയമന കാലാവധി അവസാനിക്കാൻ പോകുമ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളെ ഇതുവരെ ജോലിക്ക് എടുത്തിട്ടില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് ഇവരിവിടെ എത്തിയത്. നമ്മുടെ ലിസ്റ്റ് 2024 ഏപ്രിൽ 20 നിലവിൽ വന്ന ലിസ്റ്റാണ്. 2025 ഏപ്രിൽ 19 മിഡ്നൈറ്റിന് നമ്മുടെ ലിസ്റ്റ് അവസാനിക്കും. ഇപ്പൊ ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 16 ദിവസം ബാക്കിയുള്ളൂ. ഇതുവരെയായിട്ട് നമ്മുടെ ലിസ്റ്റിലെ ടോട്ടൽ 964 പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 964 268 പേർക്കാണ് നിയമനം നടന്നിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിന് ആകെ ലഭിച്ചത് 232 ഫ്രഷ് വേക്കൻസിയും 60 NJD വേക്കൻസികളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലിസ്റ്റിന്റെ ഒരു 27% മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. മാക്സിമം ആളുകൾക്കും കൂടി നിയമനം നൽകുക എന്നതാണ് നമ്മുടെ ആവശ്യം. ഇനിയിപ്പോ നമ്മള് ഈ 12 മാസം അടുപ്പിച്ച് നമ്മള് ഓൾമോസ്റ്റ് എല്ലാ നേതാക്കളെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളുടെ അടുത്ത് പറഞ്ഞത് മാക്സിമം നിയമനങ്ങൾ നടത്താമെന്നാണ്. നടത്തത്തില്ല എന്നൊരു വാക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇത്രയും നാൾ നമ്മൾ ഇതിന്റെ പുറകിൽ തന്നെ ഇവരുടെ പുറകിലായിരുന്നു. ഏത് പാർട്ടി പരിപാടിയാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ പോയി ഇവരെ കണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെയായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. പോലീസ് ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തായിരുന്നല്ലോ, അപ്പോഴൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു സമരം സർക്കാർ പരിഗണിക്കുന്നു എന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പുരുഷ ഉദ്യോഗാർത്ഥികളാണ് നടത്തിയത് ഇവിടെ സമരം. പക്ഷെ ആ സമയത്ത് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് 90% നിയമനം നടത്തി. 815 പേർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ 2022 ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്നതാ. 2023 ജൂലൈ 7-നായിരുന്നു എക്സാം. 24 ജനുവരിയിലായിരുന്നു ഫിസിക്കല്. ഈ 3 വർഷം കഴിഞ്ഞ് 2025 എത്തിയിരിക്കുന്നത്. ഈ 3 വർഷം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഇതിനു വേണ്ടിയാണ് നിന്നത്. നമ്മളുടെ ജീവിതമാണിത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പോഴും ഫിസിക്കൽ ഗ്രൗണ്ടിൽ പോയപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ സമരത്തിന്റെ വേഷം കെട്ടി നമ്മൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമെന്ന്. ഇതൊക്കെ അത്രയും കഷ്ടപ്പാടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അമ്മമാരാണ്, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അമ്മമാരാണ്. പിന്നെ ഉള്ള അവിവാഹിതരായിട്ടുള്ളവര്, പിന്നെ ഗർഭിണികളുണ്ട്. ഇതില് നമ്മുടെ ആവശ്യം ജോലിയാണ്, അതിനുവേണ്ടിയാണ് ഇവിടെ വന്ന് നിൽക്കിയിരിക്കുന്നത്. ഈ ഗവൺമെന്റ് നമ്മളോട് മെയിൻ ആയിട്ട് പറയുന്നത് വേക്കൻസി ഇല്ല എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സാമ്പത്തിക മാന്യമാണ്. നിങ്ങളെല്ലാവരും എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാലറി തരാൻ ശമ്പളം വേണ്ട എന്നാണ് ചോദിക്കുന്നത്. ഈ സാമ്പത്തിക മാന്യം നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നമ്മൾ പഠിക്കുമ്പം ഇതൊന്നും നമ്മൾ നോട്ടിഫിക്കേഷൻ എന്ന വർഷം ഇടുന്ന എന്തിനാണ്? 2022 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ 2025 എത്തി നിൽക്കുക. നമ്മൾ ഇതിപ്പം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി എന്ന് പറയുന്നു. അവസാനത്തെ ചാൻസ് എന്താണ് പറയാനുള്ളത്? 10-11 മാസമായി ഇതുവരെ ഒന്നും വന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വന്നത് 19 വേക്കൻസിയാണ്. ഞങ്ങൾ കുറെ പേരുണ്ട് ഇവിടെ, കുറെ പേരുടെ ഏജോറായവരുണ്ട്. അവർക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിൽ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. ജോലി കിട്ടുള്ളൂ ഞങ്ങളുടെ സ്വപ്നങ്ങൾ. ഇപ്പൊ സാഹചര്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് ജോലി വേണമല്ലോ. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. സംസാരിച്ച എല്ലാവരും പറയുന്നത് അധികൃതരൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ പറഞ്ഞിരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള മരണം എപ്പോഴും കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. പോസിറ്റീവായിട്ട് മറുപടി കിട്ടി, പക്ഷെ നടപടിയൊന്നുമില്ല. പോസിറ്റീവ് മറുപടി കിട്ടും, പക്ഷെ നടപടി ഒന്നുമില്ല. വാക്കൻസി വരുന്നോണ്ട് ഇപ്പൊ ഒന്നും വന്നില്ല. ആകെ വന്നത് 19 വേക്കൻസിയാണ്.
എന്തുകൊണ്ടാണ് ഇപ്പം സമരം ഇനി ലിസ്റ്റ് തീരാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അതില് വർക്കിംഗ് ഡേയ്സ് കുറച്ചേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വേക്കൻസി വരണം. അതിനുള്ളിൽ ഇവര് പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പരിഗണിക്കുമെന്ന് സമരം സമാന രീതിയിൽ നടന്നിട്ടില്ല അപ്പോഴും ഉണ്ട്. അപ്പോഴൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ലല്ലോ. അവര് സമരം അവസാനിപ്പിച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതെ, അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴുണ്ടാകുക, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടും പരിഗണിക്കുന്നു വിചാരിക്കണു. അവസാനത്തെ ചാൻസ് എന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഇനി എനിക്ക് പോലീസ് എന്ന് പറയുന്ന സ്വപ്നമില്ല, ഇതോടി കഴിഞ്ഞു. ഇതിപ്പോ എത്ര കാലമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ 2022 വന്ന നോട്ടിഫിക്കേഷൻ ആണ്, ഇതുവരെ ആയിട്ടില്ല. 3 വർഷത്തോളമായി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇപ്പം ഇത് അംഗീകരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ സമരം നിരാഹാരം ഞങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വീട് എവിടെയാണ്? എന്റെ വീട് നെടുമങ്ങാട്. അവിടെ ജോലിയുണ്ടോ? ഇല്ല, എനിക്ക് ഇത് തന്നെയാണ് ഒരു വേറെ ഒരു ലിസ്റ്റിലും ഇല്ല. ഈ ഒരു ഇത് മാത്രമാണ് പ്രതീക്ഷ. കാരണം വളരെ കുറച്ച് ആൾക്കാരുള്ള ലിസ്റ്റാണിത്. അപ്പൊ ഇതിൽ നിന്ന് മുഴുവൻ ആൾക്കാരെ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഇത് നിയമനം നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിയപ്പോ നിങ്ങൾ നിരവധി ആളുകളെ കണ്ടു എന്ന് പറഞ്ഞു. ലിസ്റ്റ് വന്ന നാൾ മുതൽ തന്നെ ഞങ്ങളുടെ പല ആൾക്കാരും ഓഫീസുകളിൽ സെക്രട്ടേറിയറ്റിൽ തന്നെ ഞങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസമായിട്ട് ഞങ്ങൾ വന്ന എല്ലാ ഓഫീസേഴ്സിനെ കാണുകയാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് കിട്ടും. നമുക്ക് വരും വേക്കൻസി റിപ്പോർട്ട് ചെയ്യും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നു ഇതുവരെ പറഞ്ഞു. ഇനി ആരെ വിശ്വസിക്കണമെന്ന് അറിയില്ല. മറുപടിയിൽ മാത്രമല്ലേ ഒരു പോസിറ്റിവിറ്റി കാണുന്നുള്ളൂ, മറുപടി മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോ എന്താണ് ഈ സമരം തുടരാൻ തന്നെയാണോ? തീർച്ചയായും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി വരുന്നത് വരെ ഞങ്ങൾക്ക് അത് ഉറപ്പ് കിട്ടണം. സൈറ്റിൽ വേക്കൻസി വരണം, റിപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതൊന്ന് പിന്മാറത്തുള്ളൂ. നിലവിൽ ഞങ്ങളെ ലിസ്റ്റ് വന്നിട്ട് 11 മാസം കഴിഞ്ഞു. കാലാവധി അവസാനിക്കാറായി. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ആകെ വന്നത് 232 ഫ്രഷ് വേക്കൻസി മാത്രമേ. ലിസ്റ്റിന്റെ വേക്കൻസിന്റെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും പറയും RTI ഒക്കെ വെച്ചപ്പോ കുറെ വേക്കൻസി ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മള് അവരുടെ അടുത്ത് പോകുമ്പോ വേക്കൻസി ഇല്ല നമ്മുടെ അടുത്ത് പറയുന്നത്. നിലവിലെ ഏറ്റവും വലിയ കട്ട് ഓഫ് വെച്ചിട്ട് വന്ന ആദ്യത്തെ ഒരു WCPO ലിസ്റ്റ് ആയിരിക്കും ഇത്. പക്ഷേ എല്ലാ ലിസ്റ്റും വെച്ച് നോക്കുമ്പോ തുടർച്ചയായിട്ട് ഉള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോ വളരെ ചെറിയൊരു നിയമനം മാത്രമേ ഞങ്ങളെ ലിസ്റ്റിൽ നടന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ. അവര് നോക്കാൻ വേക്കൻസി വരും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അതിന് മുൻകൈ എടുത്തത്. ഞാൻ പറയട്ടെ, ഇതിപ്പോ കഴിഞ്ഞ വർഷം ഇതുപോലെ പുരുഷ പോലീസ് ഒരു സമരം നടത്തിയിരുന്നല്ലോ, പോലീസ് ഉദ്യോഗാർത്ഥികള്. പക്ഷെ അവരുടെ സമരം സർക്കാർ പരിഗണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ തവണ ഇത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം സർക്കാർ പരിഗണിക്കാൻ തോന്നുന്നുണ്ടോ? അന്നത്തെ പോലെയല്ല, അതിന്റെ പകുതി നിയമനം പോലും ഞങ്ങളെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 14 ജില്ലക്കും കൂടിയിട്ടുള്ള ഒറ്റ ലിസ്റ്റാണ്. ആകെ കഴിഞ്ഞ പ്രാവശ്യത്തിലെ നോക്കണ്ടെന്ന് പറയുന്നത്. എന്നാൽ പോലും ഞങ്ങൾക്ക് തീരെ വേക്കൻസി ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോ മുന്നേയുള്ള കാലങ്ങളിലെ 700-800ന്റെയും അടുപ്പിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെ നടന്നത് 232 നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ, ഫ്രഷ് വേക്കൻസി ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഒരു പകുതി പോലും നടന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലേ. സമരം തുടങ്ങിയിട്ട് ഏകദേശം 50 ദിവസം കഴിഞ്ഞു. സ്ത്രീകളായിട്ട് പോലും പരിഗണിക്കാത്ത സർക്കാരാണ് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ വിശ്വസിക്കുന്നു. നിരന്തരം അധികൃതരെ അറിയിച്ചിട്ടും അധികൃതരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അവിടെ നിന്ന് പോസിറ്റീവായ ഒരു മറുപടി ഉണ്ടായി എന്ന് പറയുമ്പോഴും നടപടി ഉണ്ടായില്ല എന്നുള്ള പരാതി തന്നെയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവരിവിടെ സമരത്തിന് എത്തിയിരിക്കുകയാണ്. നിരാഹാരം ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനത്തിലാണ് ഈ CPO ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ ഏകദേശം 30% ആളുകളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ബാക്കിയുള്ള കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു സമരം പുരുഷ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും സമരം ശക്തമായതല്ലാതെ കൃത്യമായ ഒരു നടപടി ഉണ്ടായിരുന്നില്ല.
പല പോലീസ് ഉദ്യോഗാർത്ഥികളും അവസാന അവസരം പോലും നഷ്ടപ്പെട്ട് സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം പോലും നഷ്ടപ്പെട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ഇതേ അവസ്ഥയിലേക്ക് ഇവിടെ എത്തി നിൽക്കുന്നത് കുറച്ച് സ്ത്രീകളാണ്. പോലീസ് ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ സമരം തുടരുന്നത്. ഇവർ നിരാഹാരത്തിലേക്ക് അടക്കം കടക്കുകയാണ്. സർക്കാരിൽ നിന്ന് ഈ ചുരുങ്ങിയ ദിവസം മാത്രം മുന്നിലുള്ളപ്പോൾ ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുമുള്ളത്.